എൻ്റെ പേര് ജി ബിനുലാൽ. ഞാൻ മാതൃഭൂമി തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നും ഫോട്ടോ ജേർണലിസ്റ്റായിട്ട് 2023 റിട്ടയർഡായി. പിന്നെ ഞാൻ 1988 മാതൃഭൂമിയിലേക്ക് ഫോട്ടോഗ്രാഫറായിട്ട് പോസ്റ്റ് കിട്ടുന്നത്. കോഴിക്കോടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളും. ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടിയതും തിരുവനന്തപുരത്ത് തന്നെയാണ്. അവസാനം വരെയും തിരുവനന്തപുരത്ത് തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് ഗോപാലകൃഷ്ണൻ നായർ. അച്ഛൻ വന്നിട്ട് PRDയിലെ ഫോട്ടോഗ്രാഫറായിരുന്നു. അമ്മയുടെ പേര് ശ്രീമതി അമ്മ. പിന്നെ അച്ഛനാണ് എനിക്ക് ഈ ഫോട്ടോഗ്രാഫിയിൽ വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അച്ഛനിൽ നിന്നും കിട്ടിയ ഒരു അതാണ്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോടൊപ്പം പലപ്പോഴും പല ഫങ്ഷൻ മീൻസ് നമ്മുടെ റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ ഞാൻ കൂടെ കുട്ടിയായിരുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരേഡ് കാണാൻ വേണ്ടിയിട്ട് അച്ഛനോടൊപ്പം പോകുമായിരുന്നു. അച്ഛനോടൊപ്പം പോയി ആ പരേഡ് അപ്പോൾ അവിടെ ഒരു പിന്നെ ഫോട്ടോ ജേർണലിസ്റ്റിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, അച്ഛനായിട്ട് അവിടെ ഇരിക്കുന്ന പോലീസ് ഓഫീസേഴ്സും സംസാരിക്കുന്നു, പിന്നെ മന്ത്രിമാർ വന്ന് സംസാരിക്കുന്നു. അന്ന് ഈ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന എണ്ണം കുറവാണല്ലോ, അതിൽ അവിടെ ഈ ഫീൽഡിൽ നിൽക്കുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ അച്ഛൻ ഈ ഗവൺമെൻറ്റിനും കൂടെ ആയതുകൊണ്ട് ഈ മിനിസ്റ്റേഴ്സായിട്ടും കുറച്ച് കൂടുതൽ ബന്ധമുണ്ട്. മുഖ്യമന്ത്രി എന്നെ പലപ്പോഴും അടുത്ത് വിളിച്ച് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ഫീൽഡ് എന്ന് പറയുന്നത് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ്, നമുക്ക് എന്താ പറയുക, ഷൈൻ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡായിട്ട് എനിക്ക് തോന്നി. അവിടെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയത്, ഇത് കൊള്ളാമല്ലോ, ഇത് നല്ലൊരു ആണ്. അങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫിയിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അങ്ങനെ അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ പലപ്പോഴും പല ഫങ്ഷൻസൊക്കെ പോയിട്ട് വരുമ്പോൾ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമറയാണ്. ആ ക്യാമറ വീട്ടിൽ കൊണ്ടുവെക്കും. പക്ഷെ അച്ഛൻ്റെ പ്രസൻസിൽ എനിക്കത് തൊടാനൊന്നും സമ്മതിക്കില്ല. അപ്പം അച്ഛൻ കാണാതെ ഞാൻ പതുക്കെ ക്യാമറയൊക്കെ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, എടുത്ത് നോക്കുമായിരുന്നു അങ്ങനെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അപ്പോൾ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്, പിന്നെ 120 ഫിലിം ആണ്. അതായത് ഒരു റോളിൽ 12 എക്സ്പോഷർ എടുക്കാൻ പറ്റുള്ളൂ. ആ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു ആണല്ലോ, അപ്പോൾ മറ്റതുപോലെ അല്ല. അപ്പോൾ എന്നാൽ അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും നമ്മൾ അതിൽ തൊടാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. എന്നാലും ആ ഒരു നമ്മുടെ ആ ക്യൂരിയോസിറ്റി വെച്ചിട്ട് ഞാൻ പലപ്പോഴും ഈ ക്യാമറയൊക്കെ എടുത്ത് ഇങ്ങനെ അന്ന് മറ്റേ ടിൻ ലെൻസ് എടുത്ത് ഫോക്കസ് ചെയ്യൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഒരിക്കൽ ഇങ്ങനെ നോക്കുമ്പോഴത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പൂച്ച ഇങ്ങനെ വെയിലത്ത് കിടക്കുന്ന ഒരു ചിത്രം, അതങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്ത്. പക്ഷേ ഇത് ക്ലിക്ക് ചെയ്തിട്ടില്ല. ആ ക്യാമറ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വില കൂടിയ ക്യാമറയാണ്. അന്ന് വേറെ ആരുടെ ഇല്ല. റോളിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ, ജർമ്മൻ മെയ്ഡ് ക്യാമറയാണ്. അന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ക്യാമറ. പലപ്പോഴും നമ്മുടെ മീഡിയാസ് ഉപയോഗിക്കുന്ന ക്യാമറകൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറയാണ്. റോളിഫ്ലെക്സ് എന്ന് പറഞ്ഞ ക്യാമറയാണ് അന്ന് ഞാനത്. അപ്പം അതെടുത്തിട്ട് വെറുതെ ഫോക്കസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, ക്യൂരിയസ്. ഞാനത് ഒരു ക്ലിക്ക് ചെയ്ത് ക്യാമറ അങ്ങടച്ച് വെച്ചിരുന്നു. അച്ഛൻ മിണ്ടിയില്ല, രഹസ്യമായിട്ട് വെച്ചിട്ട് പോയി. പിന്നെ അന്ന് ഞാൻ വെച്ചാൽ പ്രശ്നമാവും, വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അടി ഉറപ്പാണ്. എപ്പോഴും പറഞ്ഞിട്ടില്ല, ഓഫീസിൽ ചെല്ലുമ്പോഴാണല്ലോ കാണുന്നത്, അടി ഉറപ്പെന്നാണ് ധാരണയിലിരുന്നു. പക്ഷേ വൈകുന്നേരം വന്നപ്പോൾ അച്ഛൻ അതിൻ്റെ ഒരു പ്രിൻ്റ് ഇട്ട് കൊണ്ടു തന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എടുത്തതാണോ എന്ന് പോലും ഞാൻ അതിശയിച്ചു പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അച്ഛനും മനസ്സിലായി എനിക്കിതിനൊരു കമ്പമുണ്ടെന്നുള്ളതിൻ്റെ. പിന്നെ ചിലപ്പോൾ പലപ്പോഴും ഞാനിത് നോക്കിയോ ക്യാമറ എടുത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കൊന്നും പറയാറില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് എനിക്ക് എൻട്രി ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത് തന്നെ SME സ്കൂളിലായിരുന്നു. അങ്ങനെ ആ പഠിക്കുന്ന സമയത്ത് തന്നെ അന്ന് പിന്നെ ഫോട്ടോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇന്നത്തെ പോലത്തുള്ള ഇത് ഇല്ലായിരുന്നെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷൻ നടത്തിയത്. അത് സ്പോൺസർ ചെയ്യുന്നത് കേരളകൗമുദിയായിരുന്നു. അന്ന് കേരളകൗമുദിയാണ് സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ 9ലും 10ലും ഞാൻ ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. കേരളകൗമുദിയും YMCA ഇത് രണ്ടും കൂടെ ആയിട്ടാണ്.
ഈ 2 സമയത്തും അതിൻ്റെ ഒന്നാം സമ്മാനം കിട്ടിയത് എനിക്ക് തന്നെയായിരുന്നു. അപ്പോൾ അന്ന് മുതലാണ് പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം അവർ നമ്മൾ ചെല്ലുമ്പോൾ ഒരു സബ്ജക്റ്റ് തരും, 3 സബ്ജക്റ്റ് 5 സബ്ജക്റ്റ്, അതിൻ്റെ 3 എണ്ണം നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതി. അത് അവർ എന്നെ പിന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എഴുതിയിട്ട് അങ്ങനെയാണ് അവർ എൻ്റെ റിസൾട്ട്. 2 പ്രാവശ്യം 9ലും 10ലും എനിക്ക് അതിൻ്റെ ഒന്നാം സ്ഥാനം കിട്ടി, സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി. അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം MG കോളേജിലായിരുന്നു. MG കോളേജിൽ അപ്പോഴും വലുതായിട്ടൊന്നും ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ആയിട്ട് വലിയ ബന്ധമില്ല, എന്നാലും അത്യാവശ്യം ഇതുപോലൊക്കെ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ MG കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ അച്ഛൻ ഇവിടുന്ന് ട്രാൻസ്ഫറായിട്ട് അച്ഛൻ കോഴിക്കോടേക്ക് പോയി. കോഴിക്കോട് PRDയിലേക്ക് അച്ഛൻ ട്രാൻസ്ഫറായി പോയി. പക്ഷേ 2 വർഷം ഞാൻ പ്രീ ഡിഗ്രി സമയം ഇവിടെ തന്നെയാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെയും അച്ഛൻ അങ്ങോട്ട് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്തു. കോഴിക്കോട് പക്ഷേ അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഡിഗ്രിക്ക് എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റാതെ, നമ്മുടെ അത് വേറെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവിടെ ഇവിടുത്തെ കേരള യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നപ്പം താമസിച്ചു. അവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രിക്ക് എനിക്ക് അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് വെറുതെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഡിഗ്രി കറസ്പോണ്ടൻസ് കോഴ്സിന് ചേരുകയും ഒപ്പം ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിനും കൂടെ പോയായിരുന്നു. എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു, പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം, അച്ഛൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് നിർബന്ധം വെച്ചിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് നല്ലതാണ്, സ്കോപ്പാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അതിലേക്ക് പോയി. അപ്പോൾ എൻ്റെ കൂടെ കറസ്പോണ്ടൻസ് കോഴ്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പം ഈ ഇതിന് വേണ്ടി ഇത് കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം അച്ഛനത് പറഞ്ഞപ്പോൾ അച്ഛൻ ആ ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിൽ എന്നെ കൂടെ പോകാൻ വേണ്ടി അനുവദിച്ചു. അപ്പം ഞാൻ ഈ ഓരോ സമയത്ത് അവിടെ പോവും. അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ അപ്പോഴേക്കാണ് ഞാൻ അന്ന് നമുക്ക് ഈ ഡാർക്ക് റൂം വർക്കൊക്കെ അറിയണമല്ലോ. ഇപ്പം നമ്മൾ ഫിലിം എടുത്തുകൊണ്ട് വന്ന് പ്രോസസ്സിങ് അത് നമ്മൾ തന്നെ ചെയ്യണം, അങ്ങനെ ഒരു ഉണ്ട്. അപ്പം അത് പഠിക്കാനുള്ള ഒരു ഇതിൽ കോഴിക്കോട് അവിടെ ഒരു സ്റ്റുഡിയോ ആശ ഫോട്ടോസ് എന്നുള്ള അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ പോയി. ഈ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ മാതൃഭൂമിയുടെ തൊട്ടടുത്താണ് ഈ സ്റ്റുഡിയോ എന്ന് വെച്ചാൽ അവിടെ അന്നും തന്നെ പിന്നെ ഈ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു. ആ സ്റ്റുഡിയോ നടത്തുന്ന ആൾക്ക് മീഡിയസുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അച്ഛനും അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ അച്ഛൻ്റെ കെയർ ഓഫിലുള്ള ഈ മീഡിയ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം അവിടെ വരാറുണ്ട്. അങ്ങനെ അവരുമായിട്ടും കൂടുതൽ എനിക്ക് അടുക്കാനുള്ള. ഇപ്പം കോഴിക്കോടായിരുന്നപ്പം മനോരമയിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ് T. നാരായണൻ. ആ നാരായണേട്ടൻ അവിടെ വരും. മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന വേണുവേട്ടൻ, അങ്ങനെയുള്ള ഒരു ടീമുകൾ അവിടെ വന്ന് സംഗമിക്കാറുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ അടുക്കാനും അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിനോടൊരു കൂടുതൽ കമ്പം തോന്നിയിട്ട് പിന്നെ കൂടുതൽ സമയം ഇവിടെ തന്നെ പഠിത്തം ഉണ്ട്. എന്നിട്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ടൈം നിൽക്കും. ആ പഠിത്തത്തിനോടൊപ്പം തന്നെ എനിക്ക് പിന്നെ ശനി ഞായറൊക്കെ പുറത്ത് പോയിട്ട് ഈ മീഡിയാസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും അവിടെ നിന്ന് എനിക്ക് കിട്ടി. ഇവരുടെ ആയിട്ടുള്ള ആ കോണ്ടാക്റ്റിന് ഒരു പുറത്ത് പോയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മാതൃഭൂമിയിൽ നിന്നൊക്കെ വിളിച്ച് പറയും, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മളെ വിളിച്ച് പറയും, ഞാൻ പോയി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഈ ഫോട്ടോ ജേർണലിസത്തിലേക്ക് വരാനുള്ള ഒരു തുടക്കം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ക്യാമറ വാങ്ങിക്കണം എന്നുള്ള ഒരു ഇതിന് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു അന്ന് 35mm ക്യാമറ വന്നു തുടങ്ങി. Pentax K1000 എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറ അന്ന് 4500 രൂപ ആയിട്ടാണ് എൻ്റെ വില. സാധാരണ ഒരു ക്യാമറ അന്ന് 4500 രൂപ ആ ഒരു ക്യാമറയും വാങ്ങി. അപ്പോൾ അതുമായിട്ട് തന്നെയാണ് ഞാൻ ഈ സ്റ്റുഡിയോയിലും ഉണ്ടെങ്കിലും ഞാൻ പോകുമ്പോൾ ഈ സ്റ്റുഡിയോ ക്യാമറ ഉപയോഗിക്കും. അപ്പോൾ ചിലപ്പോൾ വേറെ ഫംഗ്ഷൻ അവർ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്യാമറയായിട്ട് തന്നെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ഇതിലേക്ക് കടക്കാനുള്ള ഒരു അവസരങ്ങൾ കിട്ടി. അതുതന്നെ എൻ്റെ കോഴ്സ് കഴിഞ്ഞു. പിന്നെ സിവിൽ പാസ്സായി വന്നപ്പോൾ തന്നെ ഈ ഇതിന് വെച്ചിട്ട് എനിക്ക് പിന്നെ ഓവർസിയറായിട്ട് അതും അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നാഷണൽ ഹൈവേയിൽ ഓവർസിയറായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. പക്ഷേ ഞാൻ പോയില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമില്ല, അതവിടെ നിൽക്കട്ടെ, എനിക്ക് ഫോട്ടോഗ്രാഫി മതി, ഞാൻ ഈ ഫീൽഡിലേക്ക് നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിൽ തന്നെ പൂർണ്ണമായിട്ട് നിൽക്കാനുള്ള തീരുമാനമെടുത്ത് ഈ സ്റ്റുഡിയോ തന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടുവന്നൊരു കക്ഷി പുള്ളിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പുള്ളി പറഞ്ഞ് സ്റ്റുഡിയോ കൊടുക്കുന്നു എന്ന് പറഞ്ഞു, പുള്ളി ഒഴിവാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥാപനം ഞാൻ ഏറ്റെടുത്തിട്ട് അവിടെ നിന്ന് ആണ് പിന്നെ എൻ്റെ കൺട്രോളിൽ തന്നെയായിരുന്നു. പിന്നെ അന്ന് ഈ ഫ്രീലാൻസ് വർക്ക് ചെയ്യാൻ അവിടെ ആൾക്കാർ കുറവായിരുന്നു. ഒട്ടുമിക്കവാറും എല്ലാ പത്രങ്ങൾക്കും ഫ്രീലാൻസായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളകൗമുദി, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, അവർക്ക് ഹിന്ദുവിനൊന്നും അന്ന് അവിടെ ആളില്ല, അവർക്ക് ഇതുപോലെ പുറത്തുനിന്നാണ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വലിയ ഫംഗ്ഷനാണെങ്കിൽ പുറത്തുനിന്ന് വരും, അവരുടെ ആൾക്കാർ കൊച്ചിയിൽ നിന്ന് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഫംഗ്ഷനൊക്കെ കോൺടാക്റ്റ് തന്നെയായിരുന്നു, ഞാൻ തന്നെയായിരുന്നു അവർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മിക്കവാറും എല്ലാ മീഡിയാസിലും വർക്ക് ചെയ്യാം, വീക്ഷണം, അങ്ങനെ കുറേ ടീം അവർക്ക് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്ത് കൂടുതൽ ഈ ഫീൽഡിലേക്ക് എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ 88 ആണ് മാതൃഭൂമിയിൽ ഈ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ പല പത്രങ്ങളിലും മാതൃഭൂമിയിൽ തന്നെ എൻ്റെ പേര് വെച്ചിട്ട് ചിത്രം അടിച്ചിട്ടുണ്ട്. ആ ഒരു ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി സെയിൽസിങ്, ഞാൻ ഈ സെയിൽസിങ് രാഷ്ട്രപതിയായിട്ട് ഇവിടെ നിന്ന് കാലാവധി കഴിഞ്ഞു. കാലാവധി പുള്ളിയുടെ ലാസ്റ്റ് ഫംഗ്ഷൻ കോഴിക്കോട് ഒരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് ഹിന്ദുവിൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട്. അന്ന് വളരെ കുറച്ച് പേർക്കേ ഇത് കിട്ടുള്ളൂ, 7 പേരെ മാത്രമേ അവിടെ അലോ ചെയ്യുള്ളൂ. ഇവിടെ ഹെലിപ്പാഡിലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹെലിപ്പാഡിൽ പോകുമ്പോഴത്തേക്ക് ഹിന്ദുവിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നു. അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്നുള്ളത് ഈ പെൻഡെക്സ് ക്യാമറയാണ്, പെൻഡെക്സ് 8000 എന്നാണ്, ഒരു നോർമൽ ലെൻസ് ഇട്ടിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പം വെസ്റ്റ് ഹില്ല് ഹെലിപ്പാഡിലാണ് ഇദ്ദേഹം വന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് ഫംഗ്ഷന് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അച്ഛനും ഉണ്ടായിരുന്നു ആ ഫംഗ്ഷന്. അപ്പോൾ അച്ഛനെ ഇവിടെ കവർ ചെയ്തിട്ട് അച്ഛൻ അവരുടെ കൂടെ തന്നെ ഫംഗ്ഷനും പോയിട്ട് തിരിച്ച് വരാനുള്ള ഇതുണ്ട്. ഞങ്ങൾക്കൊന്നും അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വന്ന് ആ ഫംഗ്ഷന് പോയിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് മടങ്ങി പോകുമ്പോഴത്തേക്ക് പുള്ളി പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ഇതുവരെ ഞങ്ങളെ നിർത്തിയിട്ട് പുള്ളി ഒരു ഫോട്ടോയും എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ക്യാമറ വാങ്ങിയിട്ട് പുള്ളി FIBയിൽ ഉണ്ടായിരുന്ന FIBയുടെ വീഡിയോ ഉണ്ട്, പുള്ളിയെ കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ക്യാമറയിലാണ് പുള്ളി ഫോട്ടോ എടുത്തത്. ഭയങ്കര ഒരു അനുഭവമായിരുന്നത്. അത് കഴിഞ്ഞ് ഇദ്ദേഹം നടന്ന് പോകുമായിരുന്നു. തിരിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് VIP ലോഞ്ചിൽ നിന്ന് ഹെലികോപ്റ്ററിൻ്റെ അതുവരെ ഈ ചുവന്ന പരവതാനി ഇരിക്കുമല്ലോ, അതിൽ കൂടെയാണ് ഇവർ നടന്നു പോകുന്നത്. ഇപ്പോൾ 3 ഹെലികോപ്റ്റർ ഉണ്ട്. ഇദ്ദേഹം നടന്നു പോയി ഒരു ഹെലികോപ്റ്ററിൽ ഇദ്ദേഹം കയറിയപ്പോൾ വേറൊരു വ്യക്തി വന്നിട്ട് ഈ പരവതാനി ചുരുട്ടി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചുരുട്ടുന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ട് ഇയാളിത് ചുരുട്ടി എടുത്തിട്ട് കൂടെ വന്ന വേറൊരു ഹെലികോപ്റ്ററിനകത്ത് ഇത് കൊണ്ട് കയറ്റി. കാരണം നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിലുള്ള ഏതോ ഉദ്യോഗസ്ഥൻ അത് ഇഷ്ടപ്പെട്ടിട്ട് ചുരുട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അതും ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. അന്ന് ഹിന്ദുവിൻ്റെ അവിടുത്തെ കറസ്പോണ്ടൻ്റ് മാധവൻ നായർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ ഈ പരവതാനി ചുരുട്ടി കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ പുള്ളി ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല എന്നാണ്. അപ്പം ഞാൻ വേറെ ആർക്കും കൊടുത്തോളൂ കുഴപ്പമില്ല എന്നാണ്. ഞാൻ നേരെ പിന്നെ നമുക്ക് മാതൃഭൂമിയാണ് ബന്ധമുള്ളത്. മാതൃഭൂമിയിൽ വന്നിട്ട് അന്ന് V രാജഗോപാലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ പുള്ളിയെ കണ്ട രാജേട്ട ഇങ്ങനെ എനിക്കൊരു ചിത്രം കിട്ടിയിട്ടുണ്ട്, ഒരു കൗതുകമുള്ളതാണ്, ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, ഞങ്ങൾക്ക് കൊടുത്താലോ നീ വേഗം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എടുത്തിട്ടുണ്ട്. ഞാൻ 3 സീക്വൻസായിട്ട് ഇദ്ദേഹം നടന്നു പോകുന്നതും ചുരുട്ടി എടുക്കുന്നത് ഹെലികോപ്റ്ററിനകത്ത് കയറ്റുന്നത് 3 ചിത്രവും എടുത്ത് ജോയിൻ ചെയ്ത് പ്രിൻ്റിട്ട് കൊണ്ടുകൊടുത്തു. പുള്ളി ഭയങ്കര ഇഷ്ടമായി. അടുത്ത ദിവസം മാതൃഭൂമിയിൽ ആ ചിത്രവും എൻ്റെ ബൈലിൻ വെച്ചിട്ട് അടിച്ചു വന്നു. പക്ഷെ അത് ഭയങ്കര പ്രശ്നം ഉണ്ടായത്. ഇവർക്ക് ഈ കട്ടിങ്സൊക്കെ PIB ആയിക്കുമല്ലോ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പോയ പരവതാനി തിരിച്ചു വന്നു.
അവരവിടെ നിന്ന് തിരിച്ചയച്ചു. അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിരിച്ച് വന്നു. അതും നമുക്ക് മാതൃഭൂമിയിൽ അടുത്ത വാർത്തയും കേട്ട് വന്നവർ അവിടെ. അതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു നമുക്ക് കൂടുതൽ. പക്ഷേ അന്ന് ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചു, ബാക്കി മനോരമ നാരായണേട്ടനുണ്ട്, ഇവരൊക്കെ ഉണ്ടായിരുന്നു, ആരും കിട്ടില്ല. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് എടുത്തപ്പോഴാണ് പിന്നെ അതിങ്ങനെ കയറ്റിയത്. അപ്പോൾ അവർ നാരായണേട്ടനൊക്കെ ഒരുപാട് ആ സമയത്ത് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തത്, നന്നായിട്ട് നല്ല ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായിരുന്നു നമ്മുടെ ഒരു ക്ലിക്ക് ചെയ്ത ഒരു സംഭവം. അത് കഴിഞ്ഞിട്ടാണ് മാതൃഭൂമിയിൽ പിന്നെ ഒരുപാട് യുവജനോത്സവം ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അന്ന് മിക്കവാറും വീക്ഷണം പത്രത്തിനൊക്കെ ആയിരുന്നു, വീക്ഷണത്തിനാവില്ല. അതിലൊക്കെ എല്ലാ ദിവസവും എൻ്റെ ചിത്രങ്ങൾ ബൈലൈൻ വെച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ പത്രത്തിൽ വരും മുമ്പ് തന്നെ ബൈലൈൻ കിട്ടാൻ ഉള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉള്ളതുണ്ട്. അങ്ങനെ 1988 മാതൃഭൂമിയിൽ ജോയിൻ. അതിനുമുമ്പ് ഒരു 6 മാസമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ വിളിച്ചു, അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ മനോരമയിലും ഒരവസരം കിട്ടി. അപ്പം നാരായണേട്ടൻ അടുത്ത് പറഞ്ഞു, നമുക്കിവിടെ. അപ്പോൾ അന്ന് ഒരു അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. അപ്പം അരവിയേട്ടൻ ഇങ്ങനെ റിട്ടയർഡ് ആവുന്നുണ്ട്, റിട്ടയർഡ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ഞാൻ റെഡിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പക്ഷേ ആ സമയത്ത് മാതൃഭൂമിയോടെയാണ് ഇത് കൂടുതൽ ഇതെന്ത്. അപ്പോൾ മാതൃഭൂമിയിൽ ആപ്ലിക്കേഷൻ പിടിച്ചിരുന്നു, അവിടെ അപ്ലൈ ചെയ്തിരുന്നു. ഭാഗ്യം കൊണ്ട് 2-3 ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഞങ്ങൾ 2 പേരാണ് അന്ന് ജോയിൻ ചെയ്യുന്നത്. എറണാകുളത്ത് VS ഷൈനും, എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഇവിടെ തിരുവനന്തപുരത്താണ്. ഞാനിവിടെയും വന്ന് 88 ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ പിന്നെയാണ് മാതൃഭൂമിയിലേക്ക് വരുന്നത്. 2 വർഷം ട്രെയിനി ആയിട്ടായിരുന്നു. ട്രെയിനി ആയിട്ട് ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെയ്ത് അപ്പോഴും എനിക്ക് ഈ പറഞ്ഞ കുറേ ചിത്രങ്ങളൊക്കെ എടുക്കാനുള്ള അവസരം കിട്ടി. ആ സമയത്താണ് നമ്മളെ പെരുമൺ ദുരന്തം ഉണ്ടാകുന്നത്. ഒരു 89 എന്നിട്ടാണല്ലോ പെരുമൺ ദുരന്തം ഉണ്ടാകുന്നത്. ആ സമയത്ത് അത് ഫുൾ ടൈം അന്ന് ഇവിടുന്ന് ഞങ്ങൾ കൊല്ലത്ത് പോയിട്ട് ഞങ്ങളുടെ ഒരു കറസ്പോണ്ടൻറ്റ് ജ്യോതിർ ഘോഷ് കൊല്ലത്തുകാരനാണ്. പുള്ളിയും ഞാനും കൂടിയാണ് ഇത് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അതുകൊണ്ട് ഒരാഴ്ചയോളം കൊല്ലത്ത് സ്റ്റേ ചെയ്ത് അവിടെ നിന്നാണ് ചിത്രങ്ങൾ എടുത്ത് അയച്ചു കൊണ്ടിരുന്നത്. കുറേ ആ സമയത്ത് കുറേ നല്ല ചിത്രങ്ങൾക്ക് എടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. 80കളിലാണല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ. ആ സമയത്താണ് ഈ ഫോട്ടോസിന് ഇമ്പോർട്ടൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ വേണുക്കുറുപ്പ് എന്ന് പറയുന്ന ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ, അന്നത്തെ ആ ന്യൂസ് എഡിറ്റർ, പുള്ളിയുടെ ഒരു കോൺസെപ്റ്റിലാണ് ഫോട്ടോസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മറ്റൊരു പത്രത്തിലില്ലാത്ത രീതിയിൽ ഫോട്ടോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹം പോയി. എന്നാലും ആ പിന്തുടർച്ചയായിട്ട് നമുക്ക് ഡിസ്പ്ലേ ഒക്കെ വളരെ നല്ല രീതിയിൽ, സ്പോർട്സ് ആയിരുന്നാലും എല്ലാത്തിനും നല്ല ഡിസ്പ്ലേ ചെയ്ത് കൊണ്ടുള്ള ഒരു രീതിയായിരുന്നു മാതൃഭൂമിയിലുണ്ടായിരുന്നത്. ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല ചിത്രങ്ങൾ ആ സമയത്തും കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വികാസ് ഭവനിൽ KSRTC സ്റ്റാൻഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അവിടെ വെച്ചിട്ട് അതൊരു ഭയങ്കര ഇൻസിഡൻറ്റ്. ഒരു ദിവസം നമ്മുടെ പത്മവിലാസം അവിടെ ഓഫീസിലാണ് ഇരിക്കുന്നത്. അവിടെ ഓഫീസിൽ ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്ക് മൊബൈലൊന്നും ഇല്ലല്ലോ, ലാൻഡ് ഫോണിലൊരു കോൾ വന്നു. പിന്നെ ഇവിടെ വികാസ് ഭവൻ്റെ അവിടെ ഒരു കാള റോഡിൽ വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ആൾക്കാരൊക്കെ വരട്ടെന്നൊന്നും പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വന്നു. അപ്പം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ നോക്കി വേറെ പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് നോക്കിക്കളാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് എൻ്റെ ബൈക്ക് കൊടുത്തിട്ട് നേരെ വികാസ് ഭവനിലേക്ക് പോയി. ചെന്നപ്പോഴാണ് ഈ പറഞ്ഞതൊന്നും അല്ല അവിടെ സംഭവം. അവിടെ ഭയങ്കര ഒരു ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് കുറേ പോലീസും ബഹളമായിട്ട് നിൽക്കുന്നു. ഓടിച്ചെന്ന് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കാണ് കാണുന്നത് ആ വികാസ് ഭവൻ ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, തൂണുകളിങ്ങനെ ഇരിക്കുന്നു. ഈ പിന്നെ അതിനകത്ത് ഒരു 10-50ഓളം പോലീസുകാർ വളഞ്ഞിരിക്കുന്നുണ്ട്. നടുക്ക് ഒരു ഞല്ലൊരു കാള നിൽക്കുന്നുണ്ട്. ഈ ഇവരും ഇങ്ങനെ. അന്ന് നമ്മളെ ഷാഫി SI
മ്യൂസിയം SI ആയിരുന്നു. ഷാഫി ആയിരുന്നു കളിക്കുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഷാഫി റൈഫിളൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിസ്റ്റൻ ഉണ്ടല്ലോ, പിസ്റ്റനൊക്കെ എടുത്ത് റെഡി ആയി. അപ്പോഴാണ് ഞാൻ ചെന്ന് കയറിയപ്പോൾ അയ്യോ ഇനിയിപ്പം വെടിവെക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു ഇതിനെ. അപ്പം പുള്ളി ഞാൻ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് ഞാൻ ഫയർ ചെയ്യണില്ല, എന്നാൽ അത് പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഒരു പോലീസുകാരൻ ഒരു കയറായിട്ട് ചെന്ന് ഇത് തിരിഞ്ഞു ഓടുമ്പോൾ ഈ പോലീസുകാരെല്ലാം കൂടെ ചെതറി ഓടുന്നു. ആ ഒരു ചിത്രം ഒരു ഇതായിട്ട് ഈ കാള ഓട്ടിക്കുന്നത് 24-25 പോലീസുകാർ ഓടുന്ന അതിൽ ഈ ജനാല ഉണ്ട്. ഈ ജനാലയൊക്കെ എടുത്ത് ചാടി മറ്റേ ഹാർഡിനസ് ചാടുന്നില്ലേ, അതേമാതിരി പോലീസുകാർ ചാടി പോകുന്ന ഒരു ചിത്രമായിരുന്നു അത്. നമുക്ക് ഈ പറഞ്ഞ ഒരു മാതൃഭൂമി നല്ല ഡിസ്പ്ലേയിൽ അന്ന് 1-ാം പേജിൽ കൊടുത്തു. അത് ഭയങ്കര ആയിട്ട് ഒരു ഇതുണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ സമരം നടക്കുമ്പോൾ, സമരത്തിനിടയിൽ അന്ന് നമ്മുടെ B. സത്യൻ യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയിരുന്നു. വിളനിലം സമരമാണ്, വിളനില ഇഷ്യൂ ഉണ്ടല്ലോ, ആ സമരം നടക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലാത്തി ചാർജും ബഹളമൊക്കെ ആയിട്ട് നടക്കുന്നു. അന്ന് അവിടെ വെച്ചിട്ട് ഈ പോലീസ് വന്നിട്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ നടുക്ക് ട്രാഫിക് ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൻ്റെ മുകളിലാണ് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് നിന്ന് അറിയാമല്ലോ കേരളം തേടെ ഓപ്പോസിറ്റ് ഫോട്ടോസ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ക്യാമറയിൽ കൂടെ ഒരു വ്യൂ പോയിൻ്റ് കിട്ടിയതാണ്. എന്നിട്ട് നമ്മൾ വേണുഗോപാൽ CA ആയിരുന്നു. പുള്ളി വന്നിട്ട് സത്യനെ ഇങ്ങനെ പിടിക്കുന്നു. അച്ഛനെ സത്യനെ പിടിക്കുന്നു, സത്യൻ വേണുവിൻ്റെ കയ്യിൽ കടിച്ചു വരുന്നു. ആ ഒരു ഫ്രെയിം എനിക്ക് കിട്ടി. അടുത്ത ദിവസം അതാണ് കൊടുത്തത്, സത്യൻ വേണുവിനെ കടിക്കുന്നതും പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാക്കി ടോക്കി തെറിച്ചു പോകുന്ന ഒരു ചിത്രമായിരുന്നു. അത് ഈ പറഞ്ഞുകൊണ്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാണ്. പക്ഷെ അതിൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടി കിട്ടിയത് വേണുഗോപാൽ പോലും അറിഞ്ഞിട്ടില്ല. പുള്ളി അറിഞ്ഞില്ല സത്യം കടിച്ചതാണെന്നുള്ളത്. പുള്ളി പിറ്റേ ദിവസം മാതൃഭൂമി പത്രം വായിക്കുമ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് അറിയുന്നത് കയ്യിൽ മുറിവുണ്ട്, പുള്ളി വിചാരിച്ച ഈ അന്ന് മറ്റേ മുളയിലെ ബാരിക്കേഡാണല്ലോ അതുകൊണ്ട് മുറിഞ്ഞെന്നുള്ളതാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ പത്രം വായിക്കുമ്പോഴത്തേക്കാണ് ഈ കടിച്ച പാടാണെന്ന് പറഞ്ഞത്. പുള്ളി അപ്പോൾ തന്നെ അത് വെച്ചിട്ട് പോയിട്ട് TT എടുത്തെന്ന് പറഞ്ഞത്. എൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് കണ്ടപ്പോഴാണ് പറഞ്ഞത് പിന്നെ വലിയ ഉപകാരം ഇങ്ങനെ അത് കണ്ടുകൊണ്ടാണ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവം. പക്ഷെ അതോടുകൂടി സത്യൻ എൻ്റെ അടുത്ത് തെറ്റി. ഭയങ്കര ദേഷ്യമായിരുന്നു സത്യന് ആ ഒരു ചിത്രം കൊടുത്തതിൽ. പുള്ളിയുടെ കരിയറിന് അത് ഇച്ചിരി ഡാമേജ് ചെയ്തു. പുള്ളിക്ക് പിന്നെ ഒരു കോളേജിലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. പിള്ളേർ ഈ ഫോട്ടോ വെച്ചിട്ട് ടൈറ്റിലൊക്കെ വെച്ച് അങ്ങനെ സത്യനും കുറച്ചാണ് എൻ്റെ അടുത്ത് മിണ്ടാതെ കിടന്നത്. അതാണ് പെട്ടെന്ന് പിന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ചിത്രം. പിന്നെ ശ്രദ്ധിക്കപ്പെട്ടത് വേറെ ഒന്ന് നമ്മുടെ ഒരു ഉമ്മൻചാണ്ടിയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നന്ദാവനം അവിടെ വെച്ചിട്ട് ഇവരുടെ ഒരു UDF കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നു. മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. ഇതെല്ലാം ഉച്ചയ്ക്ക് ഊണ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഊണിനുള്ള സമയമായപ്പോൾ എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞ് അവസാനം ഉമ്മൻചാണ്ടി ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഭക്ഷണമൊന്നുമില്ല, കംപ്ലീറ്റ് തീർന്നു. എന്നിട്ട് ഉമ്മൻചാണ്ടി മുണ്ടും മടത്തി കെട്ടിയിട്ട് ഒരു മറ്റേ പാത്രത്തിൽ നിന്ന് ചിക്കൻ കറിയൊക്കെ ഇരുന്ന് തന്നെ വഴിച്ചെടുത്തിട്ട് ഒഴിഞ്ഞു ഒന്നുമില്ല അതിൻ്റെ സൈഡിൽ നിന്ന് കൂടെ എടുത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു. അതുപോലെ തന്നെ വേറെ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സെനറ്റ് ഹാളിൽ LDFൻ്റെ CPMൻ്റെ ഒരു ഫങ്ഷൻ നടക്കുക. അന്ന് PS മുഖ്യമന്ത്രി, പിന്നെ പിണറായി സെക്രട്ടറി ആയിട്ടുള്ള ആ ഒരു സമയത്ത് ആ ഫങ്ഷന് മറ്റെന്തോ വരുമ്പോൾ ഇവിടെ ഓഡിയൻസിൻ്റെ ഫ്രണ്ട് റോയിൽ ആണ് പിണറായിയും PS-ഉം. അപ്പോൾ അവർ തമ്മിൽ അന്നേ നല്ല ഒരു ഫൈറ്റുള്ള ഒരു സമയമായിരുന്നു. ഇവർ രണ്ടാളും കൂടെ വളരെ സന്തോഷം ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് സംസാരിക്കുന്ന
ഒരു സീനുണ്ടായിരുന്നു. അത് കിക്ക് ചെയ്ത് തന്നെ. പക്ഷെ അന്ന് രാവിലെ തന്നെ കണ്ണൂർ ഇവർ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് അടി നടന്നിട്ട് വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വാർത്ത കൊടുത്തപ്പോഴത്തേക്ക് വി എസ് പക്ഷവും പിണറായി പക്ഷവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി, എത്രയോ പേര് ഹോസ്പിറ്റലായി എന്നും പറഞ്ഞിട്ട് വാർത്തയും കൊടുത്തു. അതിൻ്റെ താഴെ കൊടുത്ത ഫോട്ടോ ഇവർ രണ്ടുപേരും കൂടി ചിരിച്ച് സംസാരിച്ചിരിക്കുന്ന ഒരു നല്ല ഹാപ്പി മൂഡിലിരിക്കുന്ന ഒരു ചിത്രവും വെച്ചിട്ടായിരുന്നു അന്ന് അത് മാതൃഭൂമിയിൽ കൊടുക്കുക. ആ സ്റ്റോറി മറ്റേതാണെങ്കിലും ചിത്രം ഇതായിരുന്നു. അത് അന്ന് നല്ല ഡിസ്പ്ലേയിൽ വന്ന ഒരു ചിത്രമാണ്. പിന്നീട് കുറേ ഇങ്ങനെ ഓഫ് ബീറ്റ് കുറേ ചിത്രങ്ങളുണ്ടായിരുന്നു. നമ്മുടെ AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കും, നമ്മുടെ മദ്യനിരോധനം ചാരായം നിരോധിച്ചല്ലോ, ചാരായം നിരോധിച്ചുകൊണ്ടുള്ളൊരു വാർത്ത വന്നത്. അന്ന് ഇതുപോലെ എനിക്ക് കൊടുക്കാൻ പറ്റി. അന്ന് ഇതുപോലെ ഞാൻ വരുന്ന വഴിക്ക് കാണുന്നത് നമ്മുടെ PMG പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഓടയ്ക്കകത്ത് ഒരുത്തൻ മദ്യപിച്ച് വീണ് കിടക്കുന്ന ഒരു ചിത്രമായിരുന്നു. ഇയാൾ വീണ് സൈക്കിളിൽ പോയതാണ്, വീണ് കിടക്കുന്നു, സൈക്കിളും ഇയാളടുത്ത് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് വാർത്തയോടൊപ്പം കൊടുക്കാൻ പറ്റിയ ഒരു ചിത്രം എന്ന് പറയുന്നത് ചാരായം നിരോധിച്ചു, അതിൻ്റെ താഴെ കൊടുത്ത ഫോട്ടോ ഈവൻ ഇവിടെ കിടക്കുന്ന ചിത്രമായിരുന്നു. അന്ന് തന്നെ കിട്ടിയെന്നുള്ളതായിരുന്നു. അങ്ങനെ കുറേ ചിത്രങ്ങൾക്ക് പക്ഷേ അതിൻ്റെ വലിയ ഒരു കോമ്പറ്റീഷൻ വരുന്ന ഒരു ഇതല്ല. നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനേക്കാൾ നല്ല ചിത്രം വരണം, അതിൽ വരുന്നതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണല്ലോ നമ്മൾ ചിത്രങ്ങൾ കൊടുക്കുന്നത്. അവരെടുത്തതിനെ അതുപോലെ തന്നെ എടുക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊന്നും ഒരിക്കലും പത്രത്തിൽ നിന്നും വരാറില്ല. പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ ഈ സ്പോർട്സ് കവർ ചെയ്യാൻ പോയിട്ടുള്ള കുറേ അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ ഫുട്ബോൾ സന്തോഷ് ട്രോഫി ചെന്നൈയിൽ നടക്കുമ്പോഴത്തേക്ക് കവർ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലല്ലോ, ഡിജിറ്റലോ ഇതൊന്നുമില്ല. നമ്മൾ 35 കളർ തുടങ്ങിയ സമയമാണെന്നുള്ളത്. അല്ല, അന്നും കളർ തുടങ്ങിയിട്ടില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. ഞാൻ ഈ സന്തോഷ് ട്രോഫി കവർ ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സമയം തന്നെയാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയക്കാൻ വേറെ സംവിധാനമില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രെയിനിലാണ് അയക്കുന്നത് ഉള്ളത്. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഡിയം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ഒരു കാൽക്കുലേഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സ്റ്റേഡിയത്തിലിപ്പം കളി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അരമണിക്കൂർ ടൈമേ കിട്ടുള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിരിക്കണം. എടുത്തിട്ട് ഇതിനെ നമ്പറിട്ട് ക്യാപ്ഷനും എഴുതിയിട്ട് ക്യാപ്ഷനിൽ നമ്പറിട്ട് നോട്ട് ചെയ്തിട്ട് ഈ റോളിനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം. റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് പിന്നെ ഇയാളുടെ കയ്യിൽ ലോക്കോ പൈലറ്റിനെ ഈ റോൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കവറിലിട്ട് നമ്മൾ മാതൃഭൂമി അഡ്രസ്സ് ഇട്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഈ ട്രെയിൻ ആദ്യം ചെല്ലുന്നത് കോഴിക്കോടായിരിക്കും. അടുത്ത ദിവസമേ എത്തുള്ളൂ. അടുത്ത ദിവസം രാവിലെ ട്രെയിൻ അവിടെ എത്തുമ്പം മാതൃഭൂമിയിൽ നിന്ന് ആൾ വന്ന് അത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് അവരെ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഫ്രെയിം പറഞ്ഞു കൊടുക്കും. പിന്നെ എന്നെ ഫ്രെയിമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഫോട്ടോ ക്യാപ്ഷൻ കൊടുത്തിട്ട്. അപ്പോൾ ഇന്ന് നടക്കുന്ന കളി അടുത്ത ദിവസം വരില്ല, അതിൻ്റെ അടുത്ത ദിവസമേ നമുക്ക് പത്രത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം എടുക്കുന്നത് അപ്പം തന്നെ നമുക്ക് ആ സ്പോട്ടിൽ ഗ്രൗണ്ടിൽ ഇരുന്നതിൻ്റെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനമാണല്ലോ. എന്നിട്ട് അതുപോലെ എത്ര വേണോ എടുക്കാൻ പറ്റും. കളി തീരുന്നത് ഇതല്ല, കളി തുടങ്ങിയ ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. എടുത്തില്ലെങ്കിൽ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റാണ്. ആ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളന്ന് അധ്വാനം വെറുതെ ആവും, വേറെ ഒരു മാർഗ്ഗവും ഇല്ല ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ നമ്മൾ ഈ ഫീൽഡിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം വേണുക്കുറുപ്പ് എന്ന് പറയുന്ന ന്യൂസ് എഡിറ്റർ പുള്ളിയായിരുന്നു അന്ന് ഈ ഒരു ഫോട്ടോയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊണ്ടുവന്ന ഒരു വ്യക്തി വേണുക്കുറുപ്പ് എന്ന് പറയുന്ന. അതുവരെ ഫോട്ടോയ്ക്കൊന്നും മാത്രം എന്തെങ്കിലും വാർത്തകൾ വരും, അതിനായിട്ട് കണക്ട് ചെയ്ത് ഒരു 2 കോളത്തിലോ മാക്സിമം കൂടിപ്പോയാൽ 3 കോളത്തിലൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഫോട്ടോയ്ക്ക് ഡിസ്പ്ലേ ചെയ്തിരുന്നത് വേണുക്കുറുപ്പ് ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ. പുള്ളിയുടെ ആ ഒരു കാഴ്ചപ്പാട് പിന്നീട് അതിനെ ഫോളോ ചെയ്തിട്ട് ബാക്കി വരുന്ന പലരും അതിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാതൃഭൂമിയിൽ വന്നിട്ടുള്ളത് അന്ന് എഡിറ്റർ എന്ന് പറയുന്നത് നാലപ്പാടാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലാണ് അത് വന്നുകൊണ്ടിരുന്നത്. അത് വേണുക്കുറുപ്പാണ്, പുള്ളി പറയുന്നതിനപ്പുറം അന്ന് വേറെ ഇല്ലായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷം പിന്നീട്
അത് ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്രത്തോളം വേറെ ആരും ധൈര്യം കാണിച്ചിട്ടില്ല. പിന്നെ ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം എഡിറ്ററായിട്ട് വന്നതിന് ശേഷം അതിനൊരു മാറ്റം വരുത്തി പുള്ളിയാണ് പിന്നെ ഈ ഫോട്ടോയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വീരപ്പൻ്റെ ചിത്രങ്ങളൊക്കെയാണ് ഒരു ഏറ്റവും നല്ല ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തത് മാതൃഭൂമിയിലായിരുന്നു. പിന്നീടാണ് അത് ആ ഒരു കോമ്പറ്റീഷൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ മനോരമയും മറ്റു പത്രങ്ങളൊക്കെ ഏറ്റെടുത്തു. തുടക്കം മാതൃഭൂമിയിലായിരുന്നു, ഫോട്ടോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്തിരുന്നത് മാതൃഭൂമിയിൽ നിന്ന് തന്നെയായിരുന്നു തുടങ്ങാം. പിന്നെ മറ്റ് പത്രങ്ങളും അത് കീപ്പപ്പ് ചെയ്ത് ഫോട്ടോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അതെ, ഞാനിവിടെ മാതൃഭൂമി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ വേണുക്കുറുപ്പ് ന്യൂസ് എഡിറ്ററായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തത് ശ്രീ രാജൻ പൊതുവാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസാണ് കൂടുതൽ ഈ രീതിയിൽ ഡിസ്പ്ലേ കിട്ടിയതും അതിന് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആ ഒരു കാലഘട്ടം എൻജോയ് ചെയ്യാൻ പറ്റിയത് പുള്ളിക്കായിരുന്നു. പുള്ളിയുടെ ആ ഒരു ഇതാണ്, പുള്ളിക്ക് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമായിരുന്നു വേണുക്കുറുപ്പിൻ്റെ കീഴിലുണ്ടാകും. അങ്ങനെ അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞല്ലോ മാതൃഭൂമിയിൽ തന്നെ വരണമെന്നുള്ളത്. ആ 80കളിൽ ഞാൻ ഫ്രീലാൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചിത്രങ്ങൾ കാണുന്നതും. മാതൃഭൂമിയിൽ മനോരമയിലൊന്നും അപ്പോൾ ഇതുപോലെ ഇല്ല. അതാണ് എന്നെ കൂടുതൽ മാതൃഭൂമിയിൽ തന്നെ ജോയിൻ ചെയ്യിക്കണം, മാതൃഭൂമിയിൽ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാകാൻ. എന്ന് പത്രം എടുത്തു കഴിഞ്ഞാലും രാജൻ പൊതുവാളിൻ്റെ ബൈലൈനോട് കൂടി ഭയങ്കര ഡിസ്പ്ലേയിലൊരു ചിത്രം മാതൃഭൂമിയിലൊന്നും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആയത്, ഈ മാതൃഭൂമിയിൽ വരണം. അത് ഈ പറഞ്ഞ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കീഴിൽ തന്നെ, പുള്ളിയോടൊപ്പം തന്നെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. 88 ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോഴാണ് പുള്ളിയാണ് ഇവിടെ ഉള്ളത്. പുള്ളി ഒറ്റയ്ക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. പുള്ളിയോടൊപ്പം പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അത് ഒരു വലിയൊരു അനുഭവമാണ്. പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചിത്രം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് വളരെ ബ്രീഫായിട്ടൊരു ക്യാപ്ഷൻ എഴുതുക എന്ന് പറയുന്നത് അതൊരു ഫോട്ടോയ്ക്കൊപ്പം ഒരു ക്യാപ്ഷനാണല്ലോ. പക്ഷേ അത് ഞാൻ കണ്ടതിൽ പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ക്യാപ്ഷൻ. അതിൽ പിന്നെ അത് എന്നെ ഒരുപാട് എനിക്ക് പഠിക്കാൻ പറ്റി അതിൽ നിന്നുള്ള പുള്ളിയുടെ ആ ക്യാപ്ഷൻ എഴുതുന്ന രീതി. അത് പക്ഷേ വേറെ ആർക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ്. അതെനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് പുള്ളിയുടെ ആ ഒരു ശിക്ഷണത്തിൽ നിന്നും കിട്ടിയ ഒരു അനുഭവം തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഒരു ടൈമിങ്. ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം പുള്ളി പിന്നെ അത് വെച്ച് താമസിപ്പിക്കുന്ന പരിപാടിയില്ല, അവിടെ തന്നെ അതിനെ പ്രിൻ്റിട്ട് ക്യാപ്ഷൻ എഴുതി കൊടുക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു ഇതായിരുന്നു. അത് തന്നെയാണ് ഞാനും ഫോളോ ചെയ്യാൻ പറ്റി. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു, വെച്ച് താമസിക്കും. അപ്പം പലപ്പോഴും അത് പലരും ചെയ്യുന്നത് എടുത്തുകൊണ്ട് വരും, രാവിലെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ പോലും വൈകുന്നേരം ആയിരുന്നാൽ പോലും പ്രിൻ്റിട്ട് ഡെസ്കിൽ കൊടുക്കാറില്ല എന്നുള്ളതാണ്. പുള്ളി വന്നു കഴിഞ്ഞാൽ അപ്പോഴത് ചെയ്യും. അത് തന്നെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് ഡെസ്കിലുള്ളവർക്ക് അത് ഒരുപാട് ഉപകാരം ചെയ്തു. അത് പലപ്പോഴും പലരും അത് അറിയാതെ ഉണ്ട്. ചിലപ്പോൾ നല്ല ചിത്രങ്ങൾ ഒരു പക്ഷേ നല്ല രീതിയിൽ ഒരു ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വെച്ച് താമസിപ്പിക്കും. രാത്രിയാകുമ്പം പിന്നെ ഒന്നും പറ്റില്ലല്ലോ, ചിലപ്പോൾ ടൈമിങ്ങിൻ്റെ ഇതിൽ. മറ്റേ നേരത്തെ അവർക്ക് പിന്നെ എഡിറ്റർക്ക് നേരത്തെ സ്പേസ് നോക്കാം, അലോട്ട് ചെയ്യാനുള്ള സംവിധാനമൊക്കെ കിട്ടും. അതൊരു വലിയ ടൈമിങ് ഒരു പ്രധാന ഘടകമാണ്. അത് കീപ്പപ്പ് ചെയ്തിരുന്നത് പുള്ളിയായിരുന്നു. അതൊരു പക്ഷേ വേണുക്കുറുപ്പിൻ്റെ നിർദ്ദേശമായിരിക്കാം. അത് തന്നെയാണ് പുള്ളി ഫോളോ ചെയ്ത്. അത് ഫോളോ ചെയ്യാൻ ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്തത്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നല്ല ചിത്രങ്ങൾ, എൻ്റെ എല്ലാ ചിത്രങ്ങൾക്കും ഇമ്പോർട്ടൻസ് കിട്ടാൻ കാരണം നമ്മൾ ആ ടൈം കീപ്പപ്പ് ചെയ്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഈ പത്രപ്രവർത്തക ജീവിതത്തിനിടയിൽ എനിക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്ന ചിത്രം എന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റലിലെ 9ാം വാർഡിലെ ചിത്രമാണ്. അത് കണ്ണേ മടങ്ങുക എന്ന ക്യാപ്ഷനോട് കൂടി ഞങ്ങൾ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ചിത്രം. അതും വളരെ അവിചാരിതമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ചിത്രമാണ്. അതെടുക്കാൻ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ഓഗസ്റ്റ് 19 രാജീവ് ഗാന്ധി സദ്ഭാവന ഡേ, രാജീവ് ഗാന്ധി ആ ഒരു ആഘോഷം നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്താറുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം അവർ അതെങ്ങനെ ആചരിച്ചതെന്ന് വെച്ചാൽ, ജനറൽ ഹോസ്പിറ്റലിലെ 9ാം വാർഡിലെ രോഗികൾക്ക്
പിന്നെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നു എന്നുള്ള ഒരു ചടങ്ങാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് അറിയിപ്പ് കിട്ടി. അറിയിപ്പ് കിട്ടിയപ്പോഴാണ് 9-ാം വാർഡെന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു ഇതാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മ ജനറൽ ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ കുട്ടിക്കാലത്ത് അങ്ങനെ പോകുമായിരുന്നു. പോകുമ്പം ഈ വാർഡിൽ ഞാൻ പോയിട്ടുണ്ട്. അന്നേ ഈ വാർഡ് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു കുട്ടിയായിരുന്ന പോലും എനിക്കത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ആരും ഇല്ലാത്ത കുറേ രോഗികൾ ഇങ്ങനെ കിടക്കുന്നു, നോക്കാനൊന്നുമില്ല. 2-3 നേഴ്സുമാരുണ്ടാവും, അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ട്. നമുക്കൊരു മനസ്സിന് തട്ടിയ ഒരു ഇതായിരുന്നു ആ കുട്ടികളുടെ. അപ്പം ഞാൻ ആ സമയത്ത് പോയി അവരുമായിട്ട് പോയി മിങ്കിൾ ചെയ്യാറുണ്ട്. അതും ഇങ്ങനെ മനസ്സിൽ കിടക്കണം. അപ്പോൾ ആ 9-ാം വാർഡ് എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഈ സമയത്ത് ഏതാണ്ട് 10-20 വർഷം കഴിഞ്ഞ്, 25 വർഷത്തോളം ആവുന്നു. അപ്പോഴാണ് ഈ വീണ്ടും 9-ാം വാർഡിൽ നിന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഓർമ്മ വന്ന് ആ പഴയ ആ വാർഡിൻ്റെ ഒരു അവസ്ഥ ഒന്ന് പോയി നോക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് പോകുന്നത്. അല്ല ചിത്രം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലൊന്നും അല്ല പോകുന്നത്. പോയി നോക്കാമല്ലോ, 9-ാം വാർഡ് ഒന്നുകൂടെ കാണാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അങ്ങോട്ട് പ്രവേശനമില്ല. അവരതിന് മുമ്പ് മുകളിൽ 9-ാം വാർഡിൽ പോകുന്നതിന് മുകളിൽ തന്നെ ഒരു സ്റ്റേജ് പോലെ അറേഞ്ച് ചെയ്തിട്ട് അവിടെയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രവേശനമില്ല, ആരെയും അങ്ങനെ അലോ ചെയ്യില്ല, സ്ട്രിക്റ്റാണ്. അപ്പം നമ്മൾ പോയിട്ട് അതില്ല. അപ്പം ബാക്കി പത്രക്കാരെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ നിന്നിട്ട് ഇത് പിന്നെ അവിടെ സൂപ്രണ്ടിനെയാണ് ഏൽപ്പിക്കുന്നത്. വസ്ത്രവും ഭക്ഷണവും പൊതികളൊക്കെ സൂപ്രണ്ടിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവിടെ ചടങ്ങ് അവിടെ തീരുകയാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്കത് വേണ്ട, അതിപ്പം ഇത് കൊടുക്കുന്നുള്ള അതല്ലേ, എനിക്ക് എങ്ങനെ ഇതിനകത്ത് കയറണം എന്നുള്ള ഇതായിരുന്നു. ഈ ഫംഗ്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ സൈഡിൽ കൂട്ടി നേരെ അവിടെ നിറയെ കാടാണ്, നിറയെ നമ്മുടെ ഒരാൾ പൊക്കത്തിൽ ചെടിയൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. മറ്റേ ഒരു മുള്ള ചെടിയൊക്കെ ആയിരുന്നു. ഞാൻ പതുക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ആരും കാണാതെ കണ്ണുവെട്ടിച്ച് എൻ്റെ ബാക്കിലാണ് പോയി കയറുന്നത്. ഈ വഴി ഫ്രണ്ടിൽ കൂടെ പോകാം, ഫ്രണ്ടിൽ നമുക്ക് പോകാൻ പറ്റും, ബാക്കിൽ കൂടെയാണ് കയറിയത്. ഫ്രണ്ടിൽ കൂടെ പോയി അവർ കാണും, അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. ബാക്കിൽ കൂടെ ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു കോറിഡോറിൽ ഒരു ഭയങ്കരമായ സീൻ കാണുന്നു. ഒരു 3-4 പേരിങ്ങനെ കിടക്കുന്നുണ്ട്, തുണിയൊന്നുമില്ല, പിന്നെ തറ മുഴുവൻ വെള്ളം, പൈപ്പിൽ നിന്നൊരു ഓസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കിടക്കുന്നു. ഒരു ഭീകരമായ ഒരു ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് ബാഗിൽ നിന്ന് ക്യാമറ എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈൻ ഷോട്ടാണ് അടിക്കുന്നത്. നോക്കാൻ പറ്റുന്ന സമയമില്ല. ലൈൻ ഷോട്ട് അടിച്ച് ഒരു 2 ഫ്രെയിമേ എടുത്തുള്ളൂ. അപ്പോൾ ഈ ക്യാമറ സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ട് കേട്ടപ്പോഴന്നെ അകത്ത് നിന്ന് ആരോ ഇങ്ങനെ എത്തി നോക്കി. അപ്പോൾ ആരോ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ കിടന്ന് വിളിച്ച്, നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആരാണോ അവർ വിളിച്ചു. ഉടനെ അവിടെ ഫ്രണ്ടിൽ നിന്ന് സെക്യൂരിറ്റി എല്ലാം കൂടെ ഓടിക്കൊണ്ടെന്ന് എല്ലാം കൂടെ വന്ന് എന്നെ കളഞ്ഞ്. ആര് പറഞ്ഞു അതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര പ്രശ്നമായി. ക്യാമറ പിടിച്ച് വാങ്ങിക്കണക്ക് ഞാൻ ക്യാമറ ബാഗിനകത്ത് തരാൻ പറ്റില്ലെന്ന് ഇരുന്ന്. പക്ഷേ ഭാഗ്യത്തിന് ഈ യൂത്ത് കോൺഗ്രസ് പയ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇവർ വന്ന് ഈ ബഹളം കേട്ടോണ്ട് അവർ അവിടെ ഓടിക്കൊണ്ട് വന്നിട്ട് എന്ത് കേട്ടാന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ അവർ സമ്മതിക്കൊണ്ടിരുന്നു. ആത് കുഴപ്പമില്ല കേട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ സെക്യൂരിറ്റി ആയിട്ട് പിടിച്ച് തള്ളി പ്രശ്നം ഉണ്ടാക്കിയിട്ട്. അന്ന് സൂപ്രണ്ടും ഓടിക്കൊണ്ടുവന്നു, ഒരു ജീവൻ എന്ന് പറഞ്ഞിട്ട് സൂപ്രണ്ടായിരുന്നു. അപ്പം പുള്ളിയും വന്ന് സംസാരിച്ചപ്പം ഇവരെല്ലാം കൂടെ അടുത്ത് മടക്കിയിട്ട് ഒരു യൂത്ത് കോൺഗ്രസ് ചേട്ടൻ ബൈക്കിൽ കയറുമെന്നും പറഞ്ഞിട്ട് എന്നെ ബൈക്കിൽ കയറ്റി ഇയാൾ നേരെ പുറത്ത് കൊണ്ടുപോകും. ഞാൻ ബൈക്ക് പുറത്താണ് വെച്ചിരുന്നത്. പുറത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ നേരെ ഓഫീസിൽ പോയിട്ട് കളർ ഫിലിമാണ് നമ്മൾ ലാബിൽ കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കിട്ടിയോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. ഒരു ബ്ലൈൻഡ് ഷോട്ടാണ് അടിച്ചത്. എന്ത് കിട്ടിയെന്നൊന്നും നേരെ ക്യാമറയുമായിട്ട് നേരെ ലാബിൽ പോയി. അപ്പോൾ തന്നെ ലാബിൽ പോയി ഇത് പ്രോസസ്സ് ചെയ്തപ്പം പിക്ചർ കിട്ടി. ഞാനത് പ്രിൻ്റ് എടുത്തിട്ട് അന്ന് നമ്മുടെ ഗോപാൽജിയാണ് എഡിറ്റർ. ഞാൻ നേരെ ഓഫീസിൽ വന്ന്
നമ്മുടെ ന്യൂസിലിട്ടെടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു ചിത്രം കിട്ടിയിട്ടുണ്ട്, ഇതാണ് സംഭവം, ഇൻസിഡൻ്റൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് അത്ര ഒരു സ്ട്രൈക്ക് ചെയ്തില്ല. കാര്യം പറഞ്ഞപ്പോൾ ഒരു ഇതാണല്ലേ, പത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായി. ഇത് വേറെ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായി, വലിയ ദൈന്യാവസ്ഥയാണ്. ഒന്ന് വീണ്ടും ഉടൻ തന്നെ പുള്ളി അന്ന് ഇതല്ല സ്കാൻ ചെയ്ത് അങ്ങോട്ട് അയച്ചു, കോഴിക്കോട് അയച്ചു, എഡിറ്റർക്ക് അയച്ചു. അപ്പോൾ എൻ്റെ മുമ്പ് വെച്ച് തന്നെ പുള്ളി എഡിറ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചിത്രമുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് അറിഞ്ഞിട്ട് കാര്യം പറഞ്ഞു. അപ്പം പുള്ളി ഒന്ന് ഉടനെ അയക്കാൻ പറഞ്ഞു, അയച്ചു. പുള്ളി കണ്ടുകഴിയുമ്പം പുള്ളിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. പുള്ളി അറിഞ്ഞ ഇത് ഭയങ്കര സംഭവമാണ്, കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എല്ലാ എഡിഷനിലും നല്ല ഡിസ്പ്ലേയിൽ 5 കോളമൊക്കെ വെച്ചിട്ട് അടിച്ചു. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കാണ് സംഗതി ആകെ മാറി, ഭയങ്കര പ്രശ്നങ്ങളായി, സമരവും ബഹളവും. അന്ന് VC കബീറായിരുന്നു ആരോഗ്യമന്ത്രി. പുള്ളി അടുത്ത് രാവിലെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ വന്നു. ആദ്യം വന്നുടൻ തന്നെ സൂപ്രണ്ടിനെ പുള്ളി ഒന്ന് വരട്ടി, എന്തിന് ഫോട്ടോ എടുക്കാൻ സംഭവിച്ചു, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി. അപ്പോഴേക്കും ഞാൻ അറിഞ്ഞത് ഞാനും കൂടെ ചെന്ന് പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഞാനാണ് ഫോട്ടോ എടുത്തതെന്ന് അടുത്ത് കബീർ പറഞ്ഞു. അപ്പം പിന്നെ പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല, അന്നെല്ലാം കണ്ടിട്ട് അത് നമുക്ക് ഉടനെ തന്നെ ഇതാക്കണം, റിപ്പയർ ചെയ്യണം, അതാണ് നമുക്ക് പറഞ്ഞിട്ട് അടുത്തത്. അപ്പോഴേക്കും ഇവിടെ പുറത്ത് സമരവും ബഹളമൊക്കെ തുടങ്ങിയതാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം നയനാർ അന്ന് അമേരിക്കയിൽ ചികിത്സയ്ക്ക് എന്തോ പോയിരിക്കുകയായിരുന്നു, ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കുന്നു. അതൊക്കെ കൂടെ ആയിട്ട് വെച്ചിട്ട് ഇവർ അത് കൊട്ടിഘോഷിച്ച് വേണ്ട ബഹളമായി കുറേ ദിവസം അതിൻ്റെ ഒരു. പക്ഷേ ഇതാണെങ്കിൽ പോലും ഈ ചിത്രം കണ്ടുകൊണ്ട് ഈ ഹോസ്പിറ്റലിലെ ആരും കുറ്റം പറയാൻ നിന്നില്ല. അവസാനം ധാരാളം ഫണ്ട് ഇവിടേക്ക് വന്നു. പല വിദേശികൾ തന്നെ പലരും വാർഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടുകൾ അയച്ചു. പിന്നെ ഉടൻ തന്നെ വർക്ക് തുടങ്ങി, അവരെയൊക്കെ അങ്ങോട്ടും മാറ്റിയിട്ട് ബിൽഡിംഗ് പണി തുടങ്ങി. ഫണ്ട് ഇഷ്ടംപോലെ പലരും ഒരുപാട് സ്പോൺസേഴ്സ് തന്നു, ബെഡ് സ്പോൺസർ ചെയ്യാനും കട്ടിൽ സ്പോൺസർ ചെയ്യാനും. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ അവിടെ സ്റ്റാഫില്ല എന്ന് പറഞ്ഞു. സ്റ്റാഫില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു സംഘടന തന്നെ വന്നിട്ട് 5 ഹോം നേഴ്സിന് അവരുടെ എക്സ്പെൻസിൽ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഡെയിലി വേജസ് പോലെ 5 പേരെ അന്ന് അവിടെ നിർത്തി. അത് പിന്നെ കുറച്ച് ദിവസം അതിൻ്റെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വൃദ്ധൻ കിടക്കുന്ന ചിത്രമാണല്ലോ, ആ വൃദ്ധൻ ഒരു മാസം കഴിഞ്ഞപ്പം മരിച്ചു. പിന്നെ ഞങ്ങൾ അവളെ അന്വേഷിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പിന്നെ പുള്ളി തമിഴ്നാട്ടിലുള്ള ആളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആരുമില്ല, അനാഥരായിട്ട് ഇവിടെ ഈ 9 വാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ആരും ഇല്ലാത്തവരെ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണത് ഇരുന്നത്. പക്ഷേ ഇതോടുകൂടി അത് തറയിലാക്കാൻ കിടത്തിയിരിക്കുകയാണ്. ഈ ചിത്രം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് രാവിലെ തന്നെ ഇവരെ പിടിച്ച് കോറിഡോറിൽ നടത്തിയിട്ട് ഇവരെ കുളിപ്പിച്ചതാണ്. കുളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ തയ്ച്ചിരുന്നില്ല, പൈപ്പിൽ ഹോസ് ഇട്ടിട്ട് ഹോസിട്ട് അടിച്ചു കൊടുക്കും. നമ്മൾ പട്ടിയും പശുവിനെയൊക്കെ കുളിപ്പിക്കുന്നത് പോലെ ആണ് അടിച്ചു. ഇപ്പോൾ അതുപോലും ചെയ്യാറില്ല, വെറുതെ അവരൊന്നും അടിച്ചു കൊടുക്കും, എന്നിട്ട് അവിടെ തന്നെ ഇട്ടേക്കാണ്. അവിടെ കിടന്ന് തന്നെ അത് ഉണങ്ങി ആണ് വേറെ വസ്ത്രവും ഉണങ്ങിക്കഴിയുമ്പോൾ എല്ലാം കൊണ്ട് കൊടുക്കുമായിരിക്കും. അപ്പോഴത്തന്നെയാണ് ഭക്ഷണവും ഒരു പ്ലേറ്റിൽ ഭക്ഷണവും കൊണ്ട് കൊടുക്കും. അത് കയ്യും കാലും വയ്യാത്ത അതെങ്ങനെയൊക്കെ വാരി തിന്നുന്നു, അങ്ങനെ ഒരു ദയനീയ അവസ്ഥയായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അത്. ധാരാളം ഭയങ്കര പല വിദേശത്ത് വരെ ഒക്കെ വിദേശത്ത് നിന്നൊക്കെ ധാരാളം ഫണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. പിന്നെ അതോടുകൂടിയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിലൊരു മാറ്റം ഉണ്ടായി. ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ സകലമാന ആശുപത്രികളിലും വാർഡുകളുടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. അതിൻ്റെ പണി ഒക്കെ ആരംഭിക്കും, അതിന് തുടക്കം 2000-ലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2001-ലാണ് ഇലക്ഷൻ, 2001-ലാണ് ഇലക്ഷൻ വരുന്നത്. അപ്പം കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് തന്നെ മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് വന്നു, പുള്ളിയും ഈ വാർഡ് സന്ദർശിച്ചു. പക്ഷേ ഇവർ പ്രചരിപ്പിച്ചതാണ് ആശുപത്രി ഇങ്ങനെ രോഗി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയി എന്നൊക്കെ ഒരുപാട്
സർക്കാരിന് ഡാമേജ് ഉണ്ടാക്കി ആ ഒരു സംഭവം. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ, പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ ഈ അവസ്ഥ എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നു. മുഖ്യമന്ത്രി വന്നത് കണ്ടു. എന്നിട്ട് പുള്ളി അപ്പോഴത്തെ തന്നെ എല്ലാ ആശുപത്രികളിലും ഡെവലപ്മെൻറ്റ്സിനൊക്കെ എല്ലാം ചെയ്തു. പക്ഷെ സമയം അപ്പോഴേക്കും കഴിഞ്ഞു, അടുത്ത ഇലക്ഷനായി. അപ്പോൾ ഈ 2001 ഇലക്ഷന് UDF അവരുടെ പ്രധാന ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ ചിത്രമായിരുന്നു. ഈ കണ്ണേ മുടങ്ങുക എന്നുള്ള ആ ചിത്രമാണ് അവർ പോസ്റ്റർ അടിച്ച് കേരളം ഒട്ടിക്കൊട്ടിച്ചത്. അതൊരു ഭയങ്കരമായിട്ട് സർക്കാരിനെതിരെയുള്ള ഒരു ക്യാമ്പയിനായിട്ട് അവർ മാറ്റി എന്നുള്ളതാണ്. ഒരു വാർത്താ ചിത്രം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിന് ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ആദ്യത്തെ സംഭവമായിരിക്കും. അതിനുശേഷം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ ഒരു ചിത്രമാണ് അതിനൊരു ഉപയോഗിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ചിത്രം സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു സമയത്ത് എന്തിനും ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ഓണാഘോഷം വന്നു കഴിഞ്ഞാൽ പ്ലോട്ടിന് അത് ഉപയോഗിച്ചിരുന്നു. പിന്നെ വള്ളംകളിക്ക് പ്ലോട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു മോഡലുണ്ടാക്കി അതൊരു അതൊരു ഏറ്റെടുത്തു എന്നുള്ളതാണ്. എനിക്ക് ഒരു ഫോട്ടോ അയച്ചെന്ന് അയാളുടെ വാതിലിൻ്റെ കൊത്തുപണി ചെയ്തത് ഈ ചിത്രമായിരുന്നു. ഈ ചിത്രം കൊത്തുപണി ചെയ്ത് വാതിലിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മിക്കപ്പെടുന്ന ഒരു ആയിരുന്നു അത്. പിന്നെ ആ ചിത്രത്തിന് എനിക്ക് കുറേ അവാർഡുകൾ കിട്ടി. സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് തന്നെ ആ ചിത്രത്തിന് അടുത്ത വർഷം കിട്ടി. പിന്നെ വേറെയും പല സംഘടനകളുടെയും അവാർഡുകൾ ആ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെയും കുറേ ചിത്രങ്ങളുടെ കിട്ടിയിട്ടുണ്ട്. ഈ ചിത്രം 2001 ഇലക്ഷന് അവർ ഇത് കേരളം ഒട്ടുക്ക് പോസ്റ്ററാക്കി. ഒരു പക്ഷേ ആ സർക്കാരിൻ്റെ വിജയത്തിന് ഒരു പ്രധാന ഘടകം ഈ ചിത്രം തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും പറഞ്ഞതും അത് തന്നെയാണ്. അത് പല ക്യാമ്പയിന് പിന്നെ AK ആൻ്റണിയൊക്കെ പ്രസംഗിച്ചപ്പോഴും ഈ ചിത്രം തന്നെയാണ് പല പൊതു സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചപ്പോഴും ഇത് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത് പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആ UDF സർക്കാരിൻ്റെ വിജയത്തിന് ഈ ചിത്രം ഉപയോഗപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടായില്ലേ, ഇപ്പോഴും ചില പത്രങ്ങളിൽ വന്നു. അത് ഓൺലൈൻ പത്രത്തിൽ ഈ ചിത്രം ഹോസ്പിറ്റലിലെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് എന്നെ 1-2 പേര് വിളിച്ചിട്ട് കേരളം നിന്ന് തന്നെ വിളിച്ചിരുന്നു. പിന്നെ വേറെ ഓൺലൈൻ 2-3 പേരൊക്കെ വിളിച്ചിട്ട് അത് എന്താണെന്ന്, ഏത് വർഷമാണ് ഡേറ്റൊക്കെ ചോദിച്ചിട്ട് അത് വീണ്ടും ആ ചിത്രം വീണ്ടും വന്നു. 25 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ചിത്രം തെളിഞ്ഞു വന്നു എന്നുള്ളത്. പിന്നെ ഏഷ്യാനെറ്റിലെ മോർണിംഗ് ടോക്കിൽ ഈ ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് ഈ ചിത്രത്തിനെ കുറിച്ചിട്ട് അതിൽ സംസാരം ഉണ്ടായി. അപ്പോൾ ഇപ്പോഴും 25 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ചിത്രം നിൽക്കുന്നു എന്ന് പറയുന്നത് അതൊരു എൻ്റെ ഒരു ഭാഗ്യം എനിക്ക് തോന്നുന്നുണ്ട്. അത് ആ സമയത്ത് നമ്മൾ ഓർക്കപ്പെടുന്നു എന്നാണ്. പിന്നെ അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഇതാണെങ്കിലും പിന്നെ ആദ്യം എനിക്ക് കിട്ടുന്ന ഒരു ടൂറിസം അവാർഡാണ്. ടൂറിസത്തിന് ഒരു അവാർഡ്. അത് വന്നിട്ട് സ്റ്റേറ്റ് ലെവലിൽ നടത്തിയൊരു കോമ്പറ്റീഷന് ചിത്രം എന്ന് പറയുന്നത് പിന്നെ ഒരു ഹർത്താൽ ദിനത്ത് പിന്നെ നമ്മുടെ കിഴക്കേക്കോട്ടയിൽ കുറേ ടൂറിസ്റ്റുകൾ കോവളത്ത് പോകാൻ വേണ്ടി വന്നിട്ട് ഒരു 7-8 പേര് വന്ന് അവർക്ക് കോവളത്ത് പോകാൻ പറ്റുന്നു. അപ്പോൾ അവർ ബസ് സ്റ്റാൻഡിൽ വളഞ്ഞിരുന്നിട്ട് ചീട്ട് കളിക്കുന്നു. ബസ്സും ഇല്ല, അപ്പോൾ ഒഴിഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ ചീട്ട് കളിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതാണ് ടൂറിസം നടത്തിയൊരു കോമ്പറ്റീഷനിലാണ് ഈ ചിത്രം കൊടുത്തത്. അതിന് 1ാം സമ്മാനം കിട്ടി. അത് AK ആൻ്റണിയാണ് ഇന്ന് മുഖ്യമന്ത്രി. AK ആൻ്റണിയാണ് സമ്മാനം തന്നത്. അതാണ് എനിക്ക് ആദ്യം ഈ ഫീൽഡിൽ നിന്നും കിട്ടുന്നത്. പിന്നെ അത് ബേസ് ചെയ്ത് പല സംഘടനകൾ ഒരുപാട് 10-50ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന് തന്നെ കുറേ അവാർഡുകൾ കിട്ടി. പിന്നെ യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജേർണലിസ്റ്റ് യൂണിയൻ, മാതൃഭൂമിയിലെ ജേർണലിസ്റ്റ് യൂണിയനിലും പല ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജില്ലാ പത്രപ്രവർത്തക യൂണിയനിൽ 2 വർഷം ജില്ലാ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ശോഭ, പുള്ളിക്കാരി ഹൗസ് വൈഫാണ്. 2 മക്കളാണുള്ളത്. മൂത്തത് മോളുടെ പേര് ആരതി ലാൽ. മോള് വന്നിട്ട് NSS കോളേജ് ധനുവിച്ചപുരം അവിടെ ഇംഗ്ലീഷിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു.
മോള് മാരീഡാണ്. മരുമകൻ വന്നിട്ട് ആകാശവാണിയിൽ, ഉണ്ണികൃഷ്ണൻ ആകാശവാണിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ്. പിന്നെ ഒരു മോനുണ്ട്, അവൻ ബാംഗ്ലൂർ IT ഫീൽഡിലാണ്. പേര് അഭിഷേക് ലാൽ ആണ്. അവൻ മാരീഡ് അല്ല, ബാംഗ്ലൂർ ഇപ്പോൾ താമസിക്കുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കമലേശ്വരം, മണക്കാട് കമലേശ്വരം കൈരളി നഗറിലാണ് താമസം. ഈ ഫോട്ടോഗ്രാഫി ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഫീൽഡ്. നമ്മുടെ ഹോബിയായിട്ട് എടുത്താലും ഏത് രീതിയിലെടുത്താലും വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് പലരും ഈ ഫീൽഡിലേക്ക് വരാൻ മടിച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഫിലിമിൻ്റെ വില, അതിൻ്റെ ക്യാമറയുടെ വില, അതെല്ലാം ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോട്ടോഗ്രാഫറാണ്. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ ഡിജിറ്റൽ യുഗം വന്നപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. അന്ന് ഞങ്ങൾ ഒരു ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ ആലോചിച്ച്, ഈ ഫിലിമാണല്ലോ അന്ന് 120 ഫിലിം എന്ന് പറഞ്ഞാൽ 12 എണ്ണം എടുക്കാൻ പറ്റുള്ളൂ ഒരു റോളിൽ. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട മാത്രമേ എടുക്കാം. എത്ര വേണം എണ്ണി വളരെ തിട്ടപ്പെടുത്തിയാൽ നമുക്കത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ എടുക്കുന്നത് അങ്ങ് മോട്ടർ വെച്ച് അടിക്കുകയാണ്. എത്ര ഫ്രെയിമാണ് എടുക്കാൻ പറ്റുന്നത്, എന്നിട്ട് മോണിറ്ററിൽ ഇട്ടിട്ട് ഒരു നല്ലത് നോക്കി എടുക്കാൻ പറ്റും. അതല്ല, ഇപ്പം ഞാൻ ഈ ജനറൽ ഹോസ്പിറ്റലിലെ ചിത്രം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 2 ഫ്രെയിം എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇന്നാലും മറ്റേ മോണിറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ പല എത്ര വേണോ കിട്ടുമായിരുന്നു. ഇന്ന് ഫിലിമിൻ്റെ ഇതുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ ഇത് CPM-ൻ്റെ സമ്മേളനം ഉണ്ടല്ലോ, പാർട്ടി കോൺഗ്രസ് അങ്ങനെ തന്നെ ശംഖുമുഖത്ത് നടക്കുകയായിരുന്നു. അപ്പോൾ അന്ന് നയനാർ ആണ് ഇരിക്കുന്നത്. നയനാർ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, കുറേ ഫോട്ടോസ്, അന്ന് നമ്മുടെ 35 ഫിലിമാണ് ചെയ്യുന്നത്, കുറേ ഫോട്ടോസ് ഇങ്ങനെ എടുത്തപ്പം പുള്ളി എന്നെ വിളിച്ചു, എടോ ഇങ്ങോട്ട് വാടോ എന്ന് വെച്ച്. അത് പത്രം ഞാൻ മാത്രമേ, വീരൻ്റെ ആളാണല്ലേ, വീരൻ നിനക്ക് ഇത്രമാത്രം ഫിലിം വാങ്ങിച്ചു തരുമോടോ ഇങ്ങനെ എടുക്കാൻ. പുള്ളിയുടെ തമാശ തന്നെ, പുള്ളി ഭയങ്കര. അപ്പം പുള്ളിക്കാരെ മനസ്സിലാക്കുന്നത് ഫിലിം കൂടുതൽ എടുക്കാൻ പാടില്ലെന്ന്. എന്തിനോടോ ഇത്ര എടുക്കുന്നത്, ഞാൻ വീരനെ കണ്ടിട്ട് പറയാം ഈ ഇങ്ങനെ ഫിലിം. പുള്ളിയുടെ ആ ഒരു സ്വസിദ്ധമായിട്ടുള്ള ഒരു തമാശ. അപ്പം അവർക്ക് വരെ അറിയാം ഇതിൻ്റെ ഫിലിമിൻ്റെ വാല്യൂ. പക്ഷേ ഇന്നാണെങ്കിലോ നമ്മൾ ഡിജിറ്റൽ ലെറ്റർ ഇങ്ങനെ അടിക്കുന്നുണ്ട്, മോട്ടർ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്ര ഫ്രെയിമോടെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ നല്ലതായിരിക്കാം. പക്ഷേ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്കവിടെ കിട്ടുന്നത്. എടുത്തുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്നൊരു ഫ്രെയിം എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിലുള്ള ഒരു. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോസസ്സിങ് ഇന്ന് ആർക്ക് അതിൻ്റെ ആവശ്യമില്ല. അന്ന് ഞങ്ങൾ ഡാർക്ക് റൂമിനകത്ത് കയറി ഇത് പിന്നെ ഫിലിം ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് പ്രിൻ്റ് കണ്ടാൽ മാത്രമേ നമുക്ക് സമാധാനമാവുള്ളൂ. ആ പ്രിൻ്റ് ചിലപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോസസ്സിങ് ചെയ്യുന്നത്, ഫിലിം വാഷ് ചെയ്യുന്നത്, അതിന് ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ രാവിലെ ചെയ്യുന്ന ടൈമല്ല ഉച്ചയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക്. ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെവലപ്പിംഗ് ടൈം കുറയ്ക്കണം. വൈകുന്നേരം ആണെങ്കിൽ അതേമാതിരി ഈ ടൈമിംഗ് ഒക്കെ അതൊരു, ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ടൈം കൂടിക്കഴിഞ്ഞാൽ ഫിലിം ഇതായിപ്പോവും, കിട്ടില്ല. അതൊക്കെ വളരെ റിസ്ക് പിടിച്ച ഒരു ഇതിൽ നിന്നാണ് ഞങ്ങൾ കടന്നു വന്നത്. പക്ഷെ ഇന്നിപ്പം ഫോട്ടോ എടുക്കാൻ ഒന്നും അറിയണ്ട, വെറുതെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ആർക്കും ഫോട്ടോഗ്രാഫർ ആവാമെന്നുള്ളതാണ്. കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോഗ്രാഫറായിട്ട് മാറാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഒന്ന്. ഒരു റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിലില്ല. ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇതിൻ്റെ എല്ലാം പഠിച്ച് ഇട്ടാണ് ഞങ്ങളുടെ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ആ ഒരു കാലഘട്ടം പ്രോസസ്സിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയത് അതിലൂടെ മാത്രമേ നമുക്ക്